കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ അറവു മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് യോഗം ചേർന്നു. ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനായി സമരക്കാരെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുക്കുവാനുള്ളവരെ നിശ്ചയിച്ച് നൽകാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. പ്ലാന്റ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ വിവിധ നിബന്ധനകൾ മുന്നോട്ട് വെച്ചു. പ്ലാന്റിൽ മാലിന്യം സംഭരിച്ചു വെക്കുന്നത് കർശനമായും ഒഴിവാക്കുക, പൂർണ്ണമായും ശീതീകരിച്ച വാഹനങ്ങളിൽ മാത്രം മാലിന്യം കൊണ്ടുവരിക, ദുർഗന്ധം അനുഭവപ്പെടുന്നത് കുറയ്ക്കാൻ പെർഫ്യൂം സംവിധാനം ഉറപ്പുവരുത്തുക, യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തി നിരപരാധികളെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക, അധികൃതരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മുന്നോട്ട് വെച്ചത്. പ്ലാന്റിലെ പ്രതിദിന മാലിന്യ സംസ്കരണം 25 ടണ്ണിൽ നിന്ന് 20 ടണ്ണായി കുറയ്ക്കുവാൻ വ്യാഴാഴ്ച ചേർന്ന ഡിസ്ട്രിക്ട് ലെവൽ ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചിരുന്നു. പ്ലാന്റിലേക്ക് മാലിന്യം കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ അധികൃതർക്ക് കൈമാറണമെന്നും മലിനജല സംസ്കരണ പ്ലാന്റായ ETPയുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുവാനും യോഗത്തിൽ തീരുമാനമായി. ഇതിനായി ETPയിലെ വെള്ളം ആഴ്ചയിലൊരിക്കൽ NITയിൽ പരിശോധന നടത്തുമെന്നും എടുത്ത തീരുമാനങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുമെന്നും യോഗത്തിൽ ജില്ലാ കളക്ടർ അറിയിച്ചു. മലിനീകരണ നിയന്ത്രണ ബോർഡ്, ശുചിത്വ മിഷൻ പ്രതിനിധികൾ തുടങ്ങി സർക്കാർ ഏജൻസികൾ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ കർശനമായി നിരീക്ഷിക്കുമെന്നും ജില്ലാ കളക്ടർ യോഗത്തെ അറിയിച്ചു. മലിനീകരണ നിയന്ത്രണ ബോർഡ്, ശുചിത്വ മിഷൻ പ്രതിനിധികൾ തുടങ്ങി സർക്കാർ ഏജൻസികൾ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ കർശനമായി നിരീക്ഷിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്, CPI നേതാവ് KK ബാലൻ മാസ്റ്റർ, MK മുനീർ MLA, ADM C മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.